ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയിക്കാനുള്ള ഒരു തീരുമാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ എപ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിലൂടെ എല്ലാ സ്ഥലങ്ങളിലും തന്റെ അറിവിന്റെ സുഗന്ധം പരത്തുന്നവനും. ഇന്ന് തന്നെ തീരുമാനിക്കുക, വിജയത്തിനുമേൽ വിജയത്തിൽ ജീവിക്കാനും എല്ലാ പ്രലോഭനങ്ങളെയും മറികടക്കാനും വിജയകരമായ ഒരു ജീവിതത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങൾ എപ്പോഴും വിജയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ ഈ ഏറ്റുപറച്ചിൽ നടത്തുക. ഞാൻ വാലല്ല, തലയായിരിക്കും, താഴെയല്ല, മുകളിലായിരിക്കും. യേശുക്രിസ്തുവിലൂടെ എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15:57 കാണപ്പെടുന്നു. യേശുക്രിസ്തു ഒരിക്കലും പരാജയം അറിഞ്ഞിരുന്നില്ല. അവൻ വിജയിയായ ക്രിസ്തുവാണ്, ഇസ്രായേലിന്റെ ശക്തനായവൻ. ജനതകളെ പരാജയപ്പെടുത്തി രാജാക്കന്മാരുടെ മേൽ വിജയം നൽകിയും കൊണ്ട് അവൻ ഇസ്രായേലിന്റെ മുൻപിൽ ഒരു ജയിക്കുന്ന രാജാവായി നടന്നു. അതെ, കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് വിജയം നൽകും. അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമതായി, പരാജയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും അനുവദിക്കരുത്. നിഷേധാത്മകമായ വാക്കുകൾ പറയരുത്. നിരുത്സാഹം നിരസിക്കുക. ദൈവാത്മാവിനാലും ധൈര്യത്താലും നിറയുക. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, ഇന്ന് കർത്താവ് എനിക്കൊരു അത്ഭുതം ചെയ്യുകയും എനിക്ക് വിജയം നൽകുകയും ചെയ്യും. പലരും പരാജയത്തിന്റെ വാക്കുകൾ പറയുന്നു. ഞാൻ എന്തിനാണ് ജനിച്ചത്? ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരെല്ലാം ഉയർത്തപ്പെടുന്നു, പക്ഷേ ഞാൻ വീണുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്റെ വിധിയാണ്. അത്തരം വാക്കുകൾ ഒരിക്കലും ദൈവമക്കളിൽ നിന്ന് വരരുത്. നിങ്ങൾ രാജാതിരാജാവിന്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു അനാഥനെ പോലെ ജീവിതം നയിക്കേണ്ടത്? ക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്കായി എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. നിങ്ങൾ ബലഹീനതയിലോ കുറവിലോ ജീവിക്കേണ്ടത് എന്തുകൊണ്ട്? എല്ലാത്തിലും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നവൻ നിങ്ങളോടൊപ്പമുണ്ട്. യുദ്ധസമയത്ത് ശത്രുക്കൾ അവനെ വളഞ്ഞപ്പോൾ യഹോശാഫാത്ത് രാജാവ് വിജയത്തിന്റെ വാക്കുകൾ പറഞ്ഞു. കാരണം അവന് ദൈവത്തിന്റെ ശരിയായ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഇത് 2 ദിനവൃത്താന്തം 20:6 കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, നീ സർവശക്തനായ ദൈവത്തെ അനുഗമിക്കുക. അവൻ അസാധ്യമായി ഒന്നുമില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, പക്ഷേ കുലുങ്ങിപ്പോകരുത്. യുദ്ധം കർത്താവിനുള്ളതാണ്, തോൽവി സാത്താന്റേതാണ്. വിജയം നിനക്കുള്ളതാണ്. നിനക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറയുവീൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 23:4 കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 രാജാക്കന്മാർ 15-16 വൈകുന്നേരം യോഹന്നാൻ 3 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.